ിൽ പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക്? നമ്മൾ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, നേടിയ ഒരുപാട് പണമുണ്ട്, വലിയ സർട്ടിഫിക്കറ്റുകളുണ്ട്, ഉന്നതമായ ജോലിയുണ്ട്, ഒട്ടേറെ സ്ഥാനമാനങ്ങളുണ്ട്. LKG-യിൽ കൊണ്ടുപോയി ചേർത്ത് അന്നു മുതൽ നമ്മൾ ആരംഭിച്ച ഈ വിദ്യാഭ്യാസത്തിന്റെ പഠനയാത്രക്കിടയിൽ നാം നേടിയ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. മരുഭൂമിക്ക് സ്വന്തത്തെ സമർപ്പിച്ച് നമ്മുടെ പിതാവ് നേടിയെടുത്ത വലിയ സമ്പത്തിന്റെ കെട്ടുകളുണ്ട്. പക്ഷേ അതെല്ലാം ഉപകാരപ്പെടാതെ പോകുന്ന, സമ്പത്തുണ്ടായിട്ടും അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത, സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിട്ട് അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിമിഷം നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ ഒരു അനുഭവം പറയട്ടെ. വെല്ലൂരിലെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായ ഒരു അനുഭവം ഒരു യാത്രക്കിടയിൽ എന്റെ മുതിർന്ന സഹപ്രവർത്തകൻ എന്നോട് പങ്കുവച്ചു. ഒരു ട്രെയിൻ യാത്രക്കിടയിൽ അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്, ജീവിതത്തിൽ പണക്കെട്ടുകൾ, കറൻസികൾ, നോട്ടുകെട്ടുകൾ, കേവലം കടലാസു കഷ്ണത്തിന്റെ വില പോലുമില്ലാത്ത ചിലയിടങ്ങൾ ലോകത്തുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സംസാരം ആരംഭിച്ചു. എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിനെ കൊണ്ട് വെല്ലൂരിലെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ്. അതേ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ പ്രായമുള്ള കാണാൻ നല്ല സൗന്ദര്യമുള്ള, മുടി നീട്ടി വളർത്തിയ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അവളെയും ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പല ദിവസങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഒരുമിച്ചവർ ഹോസ്പിറ്റലിൽ എത്താറുണ്ട്. പരിചയപ്പെട്ടു, ഈ പെൺകുട്ടിയുടെ പിതാവിനോട് പരിചയപ്പെട്ടു. അഡ്മിറ്റായ സമയത്ത് ഇവളുടെ പിതാവും ഇദ്ദേഹവും സംസാരിച്ചു കൊണ്ടിരിക്കെ ഡോക്ടർ വന്ന് ചോദിച്ചു അവളുടെ പിതാവിനോട്, നിങ്ങളുടെ മകളുടെ രോഗം എന്താണ് എന്ന് അവളോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പിതാവ് പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ മോളോട് അവളുടെ രോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഡോക്ടർ തന്നെ അവളെ വിളിച്ചവളോട് പറഞ്ഞു, മോളെ, ബ്ലഡ് ക്യാൻസർ ആണ്. പിന്നെ സ്വാഭാവികമായും ഒരു ബുദ്ധിയും പക്വതയുമുള്ള ഒരു ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ സ്വാഭാവികമായും പറയുന്ന ഒരു വാക്ക് അതിനോട് ചേർത്ത് വെച്ചു, എല്ലാം ശരിയാവും, ചികിത്സ നടത്തുന്നുണ്ട് എന്ന്. അന്ന് മുതൽ മാനസികമായും ശാരീരികമായും അവൾ തളരുകയായിരുന്നു. അവസാനം ആ ഹോസ്പിറ്റലിലെ പ്രത്യേകം ഒരു കൗണ്ടർ, അവിടെ ചെന്ന് വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന മറുപടി എന്താണെന്നോ, അവിടെ ചെന്ന് ചോദിക്കുന്നവരോട് പറയും, നിങ്ങളുടെ പിതാവിന്, നിങ്ങളുടെ ഭാര്യയ്ക്ക്, ഭർത്താവിന്, മകന്, മകൾക്ക്, സഹോദരന്, സഹോദരിക്ക് ഇനിയൊരു പക്ഷേ 6 മാസത്തെ ജീവിതം, 3 ദിവസത്തെ ജീവിതം, ഇങ്ങനെ ആ കൗണ്ടറിൽ നിന്ന് മറുപടി ലഭിക്കുകയുള്ളൂ. അവിടെ ഒരു കെട്ട് പണവുമായി അവളുടെ പിതാവ് കാത്തു നിൽക്കുന്നുണ്ട്. എന്റെ മുതിർന്ന ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹം ചെന്ന് ചോദിച്ചു, എന്താണ് ഡോക്ടർ പറഞ്ഞത്? അദ്ദേഹം തിരിച്ചു പറഞ്ഞു, എന്തു പറയാൻ, എന്റെ മകൾക്ക് 3 ദിവസത്തെ ആയുസ് കൂടിയാണ് അവർ നിശ്ചയിച്ചു തന്നത്. മെഡിക്കൽ പരിശോധനകളുടെ റിസൾട്ട് അനുസരിച്ച് 3 ദിവസത്തെ ജീവിതമാണ് എന്റെ മകൾക്ക് അവർ നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹം ചോദിച്ചുവത്രേ, ഇതാ എന്റെ അടുത്ത് ഇത്രയും പണമുണ്ട്, ഞാൻ എന്ത് ചെയ്യും ഈ പണം കൊണ്ട്? 3 ദിവസമാണ് എന്റെ മകൾക്ക് അള്ളാഹു ആയുസ് കൊടുത്തത്, അല്ലെങ്കിൽ 3 ദിവസമാണ് അവൾ ഇനി ജീവിക്കുന്നത് എന്ന് മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്ന ഡോക്ടർമാർ വിധി എഴുതുമ്പോൾ എന്റെ പണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അന്നത്തെ രാത്രി 10 മണി വരെ അവർ സംസാരിച്ച് 10 മണിക്ക് അവർ പിരിഞ്ഞ് സുബഹ് നമസ്കാരം കഴിഞ്ഞ് ഇദ്ദേഹം അവളുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ ബെഡ് ശൂന്യമാണ്, മുറി കാലിയാണ്. അവിടെ ആശുപത്രിയിലെ ജീവനക്കാരോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി 12 മണിക്ക് അവൾ മരണപ്പെട്ടു. 2 മണിയോടുകൂടി ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് തിരിച്ചുപോയി എന്നാണ്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അവളുടെ ശരീരത്തിൽ രക്തത്തിന്റെ സഞ്ചാരം നിയന്ത്രിച്ച, ആ രക്തത്തിന്റെ സഞ്ചാരത്തെ സംവിധാനിച്ച അതേ ലോകരക്ഷിതാവാണ് നമുക്കും രക്തസഞ്ചാരത്തെ സംവിധാനിച്ചു തന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിൽ എന്തെല്ലാം രോഗാണുക്കളുണ്ട് എന്ന് ആരറിഞ്ഞു? ആർക്ക് പറയാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, ആ ജീവിതം കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. ആ ജീവിതത്തെ, അതിന്റെ ആ നിമിഷങ്ങളെ മറന്നുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. BHMS പഠിക്കുന്ന എറണാകുളം ജില്ലയിലെ ഒരു വിദ്യാർത്ഥിനി 1 മാസമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് കുടുംബത്തോടൊന്നിച്ച് ഒരു യാത്ര പോയി. യാത്രാമധ്യേ മനോഹരമായ കാഴ്ചകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് അവളുടെ ഭർത്താവും അവളുടെ സഹോദരനും വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ശക്തമായ കാറ്റും മഴയും കാരണം
ബാക്കിയുള്ളവർ വാഹനത്തിൽ തന്നെ അവരെ പ്രതീക്ഷിച്ച് കാത്തുനിന്ന് ഒരുപാട് സമയം കഴിഞ്ഞും തിരിച്ചു വരാത്തത് കണ്ടപ്പോൾ വീട്ടിൽ നിന്ന് ആ വാഹനത്തിൽ കയറിയ കുടുംബത്തിലെ ആളുകൾ വാഹനത്തിൽ നിന്നിറങ്ങി അന്വേഷിച്ചു പോകുമ്പോൾ കാണാൻ സാധിച്ചത് തൊട്ടടുത്തൊട്ട് കഴിഞ്ഞ നിമിഷത്തിലുണ്ടായ ശക്തമായ മിന്നലിൽ കരിഞ്ഞു കിടക്കുന്ന രണ്ട് ശരീരങ്ങളെയാണെങ്കിൽ അവൾക്ക് കുടുംബജീവിതം നയിക്കാൻ സാധിച്ചത്, അദ്ദേഹത്തിന് ഭാര്യയോടൊപ്പം കഴിയാൻ സാധിച്ചത് 1 മാസമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ പറയൂ, ആ ലോകരക്ഷിതാവ് തന്നെയാണ് എന്നെയും നിങ്ങളെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഏത് നിമിഷവും അവസാനിക്കാവുന്നതാണ്, എപ്പോൾ വേണമെങ്കിലും തീരാവുന്നതാണ്. ഈ ജീവിതമെന്ന ഒരു ബോധ്യപ്പെടൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. തലേ ദിവസം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞ് ബൈ പറഞ്ഞ് നാളെ കാണാമെന്ന് പറഞ്ഞ് തിരിച്ചുപോയ സുഹൃത്തിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ എത്തിയിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? പിറ്റേ പ്രഭാതത്തിൽ ഇന്ന സമയത്ത് കോളേജിലേക്ക് എത്താമെന്ന് പറഞ്ഞ ആ സമയത്ത് മയ്യത്ത് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് അങ്ങോട്ട് പോയ എത്ര അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവരുടെ മയ്യത്തും ചുമന്ന് പള്ളിക്കാട്ടിലേക്ക് നടന്നെടുത്ത് ആരുടെ മണ്ണിലേക്ക് അവരുടെ ശരീരത്തെ ഇറക്കി വെച്ച് മൂടുകല്ലും വെച്ച് പിടിമണ്ണും വാരിയിട്ട് നമ്മൾ തിരിച്ചു നടന്നപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ, ഇന്നലെ ഭക്ഷണം വാങ്ങി തന്നവൻ, ഇന്നലെ ഭക്ഷണം കഴിക്കാൻ കൂടെയുണ്ടായിരുന്നവൻ, നമ്മോടൊപ്പം ഉണ്ടായിരുന്നവൻ അതാ 6 അടി മണ്ണിലാക്കി മൂടുകല്ല് വെച്ച് മണ്ണ് വാരിയിട്ടാണ് ഞാൻ തിരിച്ചു പോരുന്നത്. എത്രയാണ് എന്റെ ജീവിതത്തിനുള്ള കാലാവധി, എത്രയാണ് എനിക്കുള്ള ആയുസ് എന്നെങ്കിലും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ നമ്മളോട് ആലോചിക്കണം. ഒരു ചെറിയ രോഗം അല്ലെ, തൊട്ടടുത്ത സാധാരണ ഒരു ഡോക്ടറെ അടുത്ത് പോയി പരിശോധിച്ച് ലബോറട്ടറിയിൽ കൊണ്ടുപോയി രക്തം പരിശോധിച്ച് റിസൾട്ടിന്റെ പേപ്പറുമായി ഡോക്ടറുടെ മുന്നിൽ വന്ന് അതിലെ വരികൾ നോക്കി അദ്ദേഹം ഒന്ന് നെറ്റിച്ചുളിച്ചാൽ അദ്ദേഹം പറയാൻ മടിക്കുന്ന ചില വാക്കുകളെ എന്തു പറയണമെന്ന് ആലോചിച്ച് ഓർത്തെടുത്ത് ചില വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, കുറച്ചുകൂടി ഉന്നതമായ ഒരു ഹോസ്പിറ്റലിലേക്ക് ചികിത്സ തേടി പോകണമെന്ന് പറയുമ്പോൾ അവിടെ അവസാനിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ജീവിതം, അവിടെ തീരാവുന്നതുള്ളൂ നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഈ ജീവിതം എന്ത്, ഈ ജീവിതത്തിനപ്പുറം എന്ത്, എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്ത്, എവിടെ അവസാനിക്കും? ഒരു ഉറ്റാലോചന നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്ക്, അതിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ നമ്മുടെ കയ്യിലായിരുന്നില്ല അതിന്റെ നിയന്ത്രണം എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ നിയന്ത്രണം ഒന്ന് വിട്ടാൽ, ആ പിടിയൊന്ന് വിട്ടാൽ, ഉദ്ദേശിച്ചിടത്തേക്ക് വാഹനത്തെ നിയന്ത്രിച്ച് കൊണ്ടുപോവാൻ സാധിക്കാതിരുന്നാൽ പേരുമാറും, ജീവിതം അവസാനിക്കും, മറ്റൊരു ജീവിതം നമ്മെ തേടി വരുമെന്ന ആ ഒരു ബോധം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതെപ്പോൾ വേണമെങ്കിലുമാകാം, ഏത് നിമിഷത്തിലുമാകാം, ഇന്നാവാം, ഈ സംസാരം കഴിയുമ്പോഴാകാം, ഇന്നത്തെ സെഷൻ അവസാനിക്കുമ്പോഴാകാം, തിരിച്ചു പോകുമ്പോഴാകാം. ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് എന്താണ് ജീവിതമെന്ന് തിരിച്ചറിയാനും നൈമിഷികമാണ് ഈ ജീവിതമെന്നും എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാമെന്നും തൊട്ടടുത്ത കടയിൽ നിന്ന് ഞാൻ വാങ്ങിയ 3 രൂപ വിലയുള്ള ഒരു പേനയുടെ വില പോലും, അതിനുള്ള ഒരു ഗ്യാരണ്ടി പോലും എന്റെ ജീവിതത്തിന് ഇല്ല എന്ന ഒരു തിരിച്ചറിവ് പ്രോക്കോണിന്റെ സദസ്സിലിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. പുതുതായി വാങ്ങിയ മൊബൈലിന്റെ ഒരു ബട്ടൺ അമർത്തുമ്പോൾ, പുതിയൊരു ഓപ്ഷനിൽ ടച്ച് ചെയ്യുമ്പോൾ അതിനപ്പുറം എന്താണ്, അതിനപ്പുറം തുറന്നു കിട്ടുന്ന പുതിയ ലോകത്തെ അറിയാനും പഠിക്കാനും മനസ്സ് വെമ്പൽ കൊള്ളുന്ന നമുക്ക് ജീവിതം അവസാനിക്കുന്ന നിമിഷത്തിനപ്പുറം എന്താണെന്നറിയാനുള്ള ഒരു ആഗ്രഹം, അതിനുവേണ്ടിയുള്ള ഒരു പഠനം, അതിനുവേണ്ടിയുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെക്കുറിച്ചും അത് അവസാനിക്കുന്ന നിമിഷത്തെക്കുറിച്ചും അതിനപ്പുറം എന്ത് എന്ന ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ ഈ യാത്രക്കിടയിൽ? എന്നെങ്കിലും ഒരിക്കൽ മരണത്തെക്കുറിച്ചൊരു ബോധം, അതിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചൊരു ബോധം, ജീവിതം അവസാനിക്കുന്ന നിമിഷത്തെക്കുറിച്ച്